അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഡിറ്റർമിനന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഡിറ്റർമിനന്റിന്റെ 2/2 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് വരെയും കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു 3/3 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ്. എന്തായിരുന്നു 3/3 മെട്രിക്സ് എന്ന് പറഞ്ഞാൽ? 3/3 മെട്രിക്സ് എന്ന് പറഞ്ഞാൽ 3 റോയും, അതായത് 3 2 1 5 4 3 2 1 1. ഇതെന്താണ്? ഒരു 3/3 മെട്രിക്സ് അല്ലേ? അതായത് 3 റോ ഉണ്ട്, 3 കോളവും ഉണ്ട്. അപ്പൊ ഇതിനുറപ്പായിട്ടും ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്. ഇതിനുറപ്പായിട്ടും നമുക്ക് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഡിറ്റർമിനന്റ് ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയായിരുന്നു, 2 വരയുടെ അകത്ത് എഴുതും. ഇനി 3/3 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് 2/2 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതെങ്ങനെയായിരുന്നു? മറന്നുപോയോ എല്ലാവരും? ഇപ്പോ ഞാനൊരു 2/2 മെട്രിക്സ് എടുക്കുകയാണ്. 5 4 3 2. ഇങ്ങനെ ഒരു 2/2 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്യുമായിരുന്നടാ? ഇങ്ങനെ ഗുണിക്കും, 5 × 2 മൈനസ്, പിന്നെ ഇത് ഇങ്ങനെ ഗുണിക്കും, 3 × 4. 5 × 2 എത്രയാണ്? 10 - 12. ആൻസർ എത്ര വരും? -2. ഇങ്ങനെയായിരുന്നു നമ്മൾ എന്ത് കണ്ടുപിടിച്ചോണ്ടിരുന്നത്? ഒരു 2/2നെ കണ്ടുപിടിച്ചോണ്ടിരുന്നത്. അത് നമുക്ക് ഇവിടെ വേണം, അത്രേ ഉള്ളൂ. കേട്ടല്ലോ? ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഈ ഫസ്റ്റ് റോ വെച്ച് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം, സെക്കൻഡ് റോ വെച്ച് കണ്ടുപിടിക്കാം, തേർഡ് റോ വെച്ച് കണ്ടുപിടിക്കാം, ഫസ്റ്റ് കോളം വെച്ച് കണ്ടുപിടിക്കാം, സെക്കൻഡ് കോളം വെച്ച് കണ്ടുപിടിക്കാം, തേർഡ് കോളം വെച്ച് കണ്ടുപിടിക്കാം. ഏത് റോ വെച്ചും ഏത് കോളം വെച്ചും നമുക്ക് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് റോ വെച്ചുള്ളതാണ്. എന്നിട്ട് നമുക്ക് എല്ലാത്തിൻ്റെയും അതുമായി കമ്പയർ ചെയ്ത് പഠിക്കാം. ഫസ്റ്റ് റോ വെച്ചുള്ളത് അപ്പൊ നമ്മൾ ക്ലിയർ ആക്കാൻ പോവുകയാണ്. അതായത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏത് വെച്ചിട്ടുള്ളതാണ്? ഫസ്റ്റ് റോ വെച്ചുള്ളതാണ്. ഫസ്റ്റ് റോ എന്ന് പറഞ്ഞാൽ ഈ 3 2 1 ഉപയോഗിച്ചാണ് നമ്മൾ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കാനുള്ള ഒരു നമ്പർ ഇതാണ്, രണ്ടാമത് എഴുതിയിരിക്കുന്ന നമ്പർ. ആ രണ്ടാമത് എഴുതിയിരിക്കുന്ന നമ്പർ ഒന്ന് ശ്രദ്ധിച്ചേക്കണം. അതാണ് ഞാൻ വട്ടയിട്ട് സ്റ്റാർ ഇട്ട് വെച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ചോളാം. അപ്പൊ നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. ഫസ്റ്റ് റോ ഉപയോഗിച്ചാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് എഴുതി നമ്മൾ. ഫസ്റ്റ് എലമെന്റ് ഏതാണ്? ഇതല്ലേ, 3 അല്ലേ? 3 എഴുതി. 3 എഴുതിയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, 3 ഇരിക്കുന്ന റോയും മാറ്റണം, 3 ഇരിക്കുന്ന കോളവും മാറ്റണം. എന്ന് പറഞ്ഞാൽ 3 ഇരിക്കുന്ന റോ ഏതാടാ? ഇതല്ലേ. 3 ഇരിക്കുന്ന കോളം ഏതാണ്? ഇതല്ലേ. ഇത് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി ഏതൊക്കെ നമ്പറാണ്? 4 3 1 1 അല്ലേ? അതായത് 3 ഇരിക്കുന്ന റോയും മാറ്റി, 3 ഇരിക്കുന്ന കോളവും മാറ്റി. അപ്പൊ ബാക്കി എന്താ ഉള്ളത് നമുക്ക്? 4 3 1 1. അതൊരു 2/2 മെട്രിക് ഡിറ്റർമിനന്റ് ആക്കി അങ്ങോട്ട് എഴുതണം. ഇത്രേ ഉള്ളൂ. ഇതുപോലെ അടുത്ത നമ്പർ എടുക്കണം. പക്ഷേ രണ്ടാമത്തെ നമ്പർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എന്താണോ രണ്ടാമത്തെ നമ്പർ, ആ രണ്ടാമത്തെ നമ്പറിന്റെ ചിഹ്നം മാറ്റി എഴുതണം. അതുകൊണ്ടാണ് അവിടെ ഞാൻ വട്ടയിട്ടിട്ട് സ്റ്റാർ വരച്ച് എഴുതിയേക്കുന്നത്. രണ്ടാമത്തെ നമ്പർ എന്താണോ വന്നിരിക്കുന്നത് അതിന്റെ ചിഹ്നം മാറ്റി എഴുതിക്കോളണം. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയെല്ലാം അതുപോലെ തന്നെ. ഇനി രണ്ടാമത്തതും നേരത്തെ പറഞ്ഞ പോലെ രണ്ടാമത്തെ എലമെന്റ് ഇരിക്കുന്ന റോ മാറ്റണം, രണ്ടാമത്തെ എലമെന്റ് ഇരിക്കുന്ന കോളം മാറ്റണം. അപ്പൊ ഏതൊക്കെ വന്നടാ? 5 3 2 1 അല്ലേ വരുന്നത്? അതെങ്ങോട്ട് എഴുതണം. എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ എലമെന്റ് ഇരിക്കുന്ന റോ മാറ്റി, കോളം മാറ്റി. അപ്പൊ 5 3 2 1 അതങ്ങോട്ട് എഴുതണം. എളുപ്പമല്ലടാ? ഇനി അടുത്തത് മൂന്നാമത്തെ എലമെന്റിന്റെ ചിഹ്നം മാറ്റേണ്ട കാര്യമുണ്ടോ? ഇല്ലടാ. അതുപോലെ തന്നെ +1 അല്ലേ അവിടെ? ആ +1 അതുപോലെ തന്നെ എഴുതുക. എന്നിട്ട് അതിന്റെ റോയും കോളവും മാറ്റി എന്ന് പറഞ്ഞേ. 1 ഇരിക്കുന്ന റോ മാറ്റി, 1 ഇരിക്കുന്ന കോളവും മാറ്റി. ബാക്കി 5 4 2 1. ഇത്രേ ഉള്ളൂ. 5 4 2 1. ഇനി ഇതിന്റെ എല്ലാത്തിന്റെയും ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചാൽ മതി. പറഞ്ഞേ. 3 ഇൻറ്റു ബ്രാക്കറ്റിന്റെ അകത്ത് നേരത്തെ ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ച പോലെ ആദ്യം ഇങ്ങനെ വിളിക്കണം. 4 ഇൻറ്റു എന്ന് എത്രയാണ്? 4 മൈനസ് 1 ഇൻറ്റു 3 ചെയ്യണം. 1 ഇൻറ്റു 3 എത്രയാണ്? 3 മൈനസ് 2 ഇൻറ്റു ബ്രാക്കറ്റിന്റെ അകത്ത് 5 ഇൻറ്റു 1 5 മൈനസ് 2 ഇൻറ്റു 3 എത്രയാണ്? 6 പ്ലസ് 1 ഇൻറ്റു ചെയ്യാം. 5 ഇൻറ്റു 1 എത്രയാണ്? ഇങ്ങോട്ട് 5 മൈനസ് 2 ഇൻറ്റു 4 എത്രയാണ്? 8. ഇപ്പൊ കഴിഞ്ഞടാ. ഇനി ഇവിടെ നോക്കി 3. ഈ ബ്രാക്കറ്റ് മാറ്റി ഞാൻ ഇൻറ്റു ഇട്ട് എഴുതുവാണ്. 4 ൽ 3 പോയാൽ എത്രയാണ്? 1. അടുത്തത് ഇവിടെ -2 ഉണ്ട്. ഇനി ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുള്ളത് ഏതാണ്? 5 ൽ 6 പോയാൽ എത്രയാടാ? -1. അപ്പൊ ബ്രാക്കറ്റിലുള്ളത് ഞാൻ ഇൻറ്റു ഇട്ട് പറയുവാണ്. പ്ലസ് 1 ഇൻറ്റു 5 ൽ 8 പോയാൽ എത്രയാടാ? -3. ഇനി ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇവിടെ പറഞ്ഞിട്ടുള്ള മൾട്ടിപ്ലിക്കേഷനുകൾ മാത്രം ചെയ്യണം. കേട്ടല്ലോ? മൾട്ടിപ്ലിക്കേഷനുകൾ മാത്രം. 3 ഇൻറ്റു 1 എത്രയാണ്? 3.
നോക്കിയേ, -2 ഇൻറ്റു -1, മൈനസും മൈനസും കൂടി ചേരുമ്പോൾ അത് പ്ലസ് ആവും. ഇപ്പൊ എത്ര വന്നു ആൻസർ? +2. ഇനി +1 ഇൻറ്റു -3, പ്ലസും മൈനസും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ അത് മൈനസ് ആയി. 3 ഇൻറ്റു 1 എത്രയാണ്? 3. അപ്പൊ ആൻസർ എത്രയെന്ന് നോക്കിയേ, 3 2 കൂടി കൂട്ടുക, അതിൽ നിന്ന് 5 കുറയ്ക്കുക. 3 2 കൂടി കൂട്ടുമ്പോൾ 5, 5 ൽ നിന്ന് 3 കുറച്ച് എത്ര വരും? 2. അപ്പൊ ഇതിന്റെ ഈ ഡിറ്റർമിനന്റിന്റെ ആൻസർ എത്രയാണ്? 2. ഒറ്റ കാര്യം നോക്കിയാൽ മതി. ഇത് നോക്കിയേ, ഒരു ഫസ്റ്റ് റോ വെച്ചാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് അതുപോലെ, രണ്ടാമത്തെ എലമെന്റിന്റെ മാത്രം ചിഹ്നം മാറ്റുക, ബാക്കി എലമെന്റ് അതുപോലെ തന്നെ. ഈ പൊസിഷനിലുള്ള എലമെന്റ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. സംശയം ഉണ്ടോ? ഒരെണ്ണം കൂടി ചെയ്യണം. ദേ ശ്രദ്ധിച്ചു. അപ്പൊ തുടങ്ങിയേക്കാം. ദേ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വേഗം ചെയ്തേടാ. ദേ രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കണം. ഡിറ്റർമിനന്റ് A = നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് റോ ഉപയോഗിച്ച് തന്നെയാണ്. ഫസ്റ്റ് റോയിന്റെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട എലമെന്റ് ഏതാണ്? രണ്ടാമത്തെ എലമെന്റ് ആണ്. രണ്ടാമത്തെ എലമെന്റിന്റെ മാത്രം ചിഹ്നം മാറ്റുക. അപ്പൊ ആദ്യം ഞാൻ ഫസ്റ്റ് എലമെന്റ് എടുത്തു. ഫസ്റ്റ് എലമെന്റ് എടുത്ത് അതുപോലെ തന്നെ എഴുതി. ആ എലമെന്റ് ഇരിക്കുന്ന റോ മാറ്റി, കോളം മാറ്റി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 1 7 5 2. അതങ്ങോട്ട് എഴുതുക. രണ്ടാമത്തെ എലമെന്റ് 3 ആണ്. പക്ഷെ 3ന്റെ എന്ത് മാറ്റണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്? 3ന്റെ ചിഹ്നം എന്താണോ അത് മാറ്റി എഴുതിക്കോളണം. 3ന്റെ ചിഹ്നം മാറ്റി, 3 ഇരിക്കുന്ന റോ മാറ്റി, കോളം മാറ്റിയപ്പോ എന്ത് കിട്ടിയടാ? 1 7 2 2 എന്ന് കിട്ടിയില്ലേ? 1 7 2 2. അടുത്തത് മൂന്നാമത്തെ എലമെന്റ് 1 ആണ്. 1ന്റെ ചിഹ്നം വല്ലതും മാറ്റണോ? വേണ്ട. അതുപോലെ തന്നെ 1 ഇരിക്കുന്ന റോയും മാറ്റി, കോളവും മാറ്റി. അപ്പൊ 1 1 2 5. 1 1 2 5. എടാ ഇനി മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ മതി. 2 ഇൻറ്റു ബ്രാക്കറ്റിൽ മറ്റേ പരിപാടി. 1 ഇൻറ്റു 2 ചെയ്യുക, 2 മൈനസ് 5 ഇൻറ്റു 7 ചെയ്യുക, എത്രയാണ്? 35. അടുത്തത് -3 ഇൻറ്റു 1 ഇൻറ്റു 2 ചെയ്യുക, എത്രയാണ്? 2 മൈനസ് 2 ഇൻറ്റു 7 ചെയ്യുക, 14. അടുത്തത് +1 ഇൻറ്റു 1 ഇൻറ്റു 5 ചെയ്യുക, 5 മൈനസ് 1 ഇൻറ്റു 2 ചെയ്യുക, 2. എളുപ്പമല്ലേടാ? ഇനി ബ്രാക്കറ്റ് ഉള്ളതുകൾ മാത്രം ചെയ്യുക. ബ്രാക്കറ്റുകൾ മാത്രം ചെയ്യുവാണ്. ബാക്കിയൊക്കെ അതുപോലെ തന്നെ. 2 ഇൻറ്റു ബ്രാക്കറ്റിൽ വന്നിരിക്കുന്ന 2ൽ നിന്ന് 35 കുറയ്ക്കണം. 2ൽ നിന്ന് 35 കുറച്ചാൽ ബാക്കി എത്രയാണ്? -33. അടുത്തത് -3 ഉണ്ട് ഇൻറ്റു 2ൽ നിന്ന് 14 കുറയ്ക്കണം. അപ്പൊ എത്ര കിട്ടും? -12. അടുത്തത് +1 ഉണ്ട്. 5ൽ നിന്ന് 3 കുറയ്ക്കണം ഇൻറ്റു, അല്ല 5ൽ നിന്ന് 2 കുറയ്ക്കണം ഇൻറ്റു 3. ഇത്രയും ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയാൽ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേഷനുകൾ മാത്രമാണ്. ശ്രദ്ധിച്ചോളൂ, ഞാൻ അങ്ങോട്ട് എഴുതുവാണേ. നോക്കിയേ, 2 ഇൻറ്റു 33 ചെയ്യണം. പക്ഷെ മൈനസ് ഇൻറ്റു പ്ലസ് ആണ്. അപ്പൊ മൈനസ് വരും. 33 ഇൻറ്റു 2 എത്രയാണ്? 66. ക്ലിയർ അല്ലേ? അടുത്തത് ഇവിടെയും മൈനസ് ഇൻറ്റു മൈനസ്, അപ്പൊ അതെന്തായി പോവും? പ്ലസ് ആയി പോവും. 12 3 ഉണ്ട്. 12 ഇൻറ്റു 3 എത്രയാണ്? 36. ക്ലിയർ അല്ലേടാ? ഇനി അടുത്തത് +1 ഇൻറ്റു 3, പ്ലസ് ഇൻറ്റു പ്ലസ് ആണ്, പ്ലസ് വന്നു. അടുത്ത 1 ഇൻറ്റു 3 എത്ര വന്നു? 3. ഇനി നമുക്ക് ഇത് ചെയ്ത് വെച്ചാൽ മതി. -66 + 36. അപ്പൊ ആൻസർ എത്ര വരും? ചെയ്ത് നോക്ക്. -30 എന്ന് വരും. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കണം, വലുതിന്റെ ചിഹ്നം ഇട്ട് കൊടുക്കണം. 66ൽ നിന്ന് 36 പോകുമ്പോൾ 30, വലുതിന്റെ ചിഹ്നം മൈനസ്. പ്ലസ് എന്തുണ്ട്? ഒരു 3 ഉണ്ട്. -30 + 3. അപ്പൊ ആൻസർ എത്ര കിട്ടും? -27 എന്ന ആൻസർ കിട്ടും. ഇതാണ് 3/3 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ്. നേരത്തെ പറഞ്ഞ പോലെ ഒരെണ്ണം തനിയെ ചെയ്ത് നോക്കണം, എങ്കിലേ ക്ലിയർ ആവുള്ളൂ. ഞാനിവിടെ ഒരു മെട്രിക്സ് എഴുതാം. ആ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ഒന്ന് കണ്ടുപിടിച്ചോളൂ. 1 2 3 1 1 5 4 1 1. ഇതിന്റെ ഡിറ്റർമിനന്റ് ഒന്ന് കണ്ടുപിടിച്ച് എല്ലാവരും വേഗം. എന്നിട്ട് അതിന്റെ ആൻസർ ഒന്ന് കമന്റ് ചെയ്തേ വേഗം. അപ്പൊ കൃത്യമാണ്, ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളതാണ് 3/3 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ്. ബാക്കി അടുത്ത പാർട്ട്.